ഒരിടവേളിയിരിക്കുമ്പോൾ അവിടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിറ്റി സമയമാണ്. ഒരു കുട്ടിയുടെ പാരൻ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ അന്നത്തെ ഭക്ഷണം ഞങ്ങൾ തന്നേക്കാം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തിരക്കായിരിക്കും, ബുദ്ധിമുട്ടുണ്ട്. അവർ പറഞ്ഞു ഇല്ല അച്ഛാ, ഞങ്ങൾ കൊണ്ടു തന്നേക്കാം. അപ്പോൾ സ്ഥിരമായിട്ട് ഭക്ഷണം തരുന്നവരോട് ഞാൻ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് പാരൻസൊക്കെ ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞില്ല, ഭക്ഷണമുണ്ട്, തരണ്ട. അന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞു, എല്ലാവരും വീട്ടിൽ പോയി. ഞാൻ ഭക്ഷണം കാത്ത് നിൽക്കണം. 1 മണിയായി, ഭക്ഷണം വരുന്നില്ല. 2 മണിയായി. അപ്പം എൻ്റെ കയ്യിൽ ഇവരുടെ ഫോൺ നമ്പറില്ല വിളിച്ച് ചോദിക്കാൻ. 2:30 മണിയായപ്പോൾ എൻ്റെ പിടിവിട്ട് ഞാൻ പുറത്തു പോയി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നു. എനിക്ക് ഇത്തിരി സങ്കടവും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. തലേദിവസം ഒരുക്കത്തിന് വേണ്ടി ഉറക്കം നിന്നിട്ടുണ്ട്, അതുകൊണ്ട് നല്ല ടയേർഡായിരുന്നു. ഉറങ്ങാമെന്ന് കരുതി പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെല്ല് നിർത്താതെ അടിക്കുകയാണ്. വന്ന് തുറന്ന് നോക്കിയപ്പോൾ ഭക്ഷണമായിട്ട് വന്നിരിക്കുകയാണ് അവർ. ഞാൻ അവരോട് എന്താണ് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇന്നത്തെ ഗോസ്പലിലൊരു വരി ഇങ്ങനെയാണ്: അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടിയില്ല. ശിഷ്യന്മാർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടിയില്ല. ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഭക്ഷണം ഉണ്ടായിട്ട് കഴിക്കാതിരുന്നല്ല അർത്ഥം. അവർക്ക് ഭക്ഷണമേ ഉണ്ടായിരുന്നില്ല. കാരണം ഒരു 2-3 ആഴ്ചത്തെ മിനിസ്ട്രി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഭക്ഷണം ആരാ വെക്കേണ്ടത്? ഇവർ തന്നെയാണ് ഭക്ഷണം വെക്കേണ്ടത്. അവർക്ക് അതിനുള്ള സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. ഭക്ഷണം പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ ഇവരെ കാണാൻ വന്ന ജനക്കൂട്ടം ആരും ഭക്ഷണം കൊണ്ടുവന്നിട്ടുമില്ല. അവർക്ക് പോലും ഭക്ഷണം എടുത്തിട്ടില്ല. അപ്പോൾ ഇവർക്ക് ഭക്ഷണമില്ല. ഇന്നലൊരു സുഹൃത്ത് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ എന്ത് സുഖമാണ് അച്ഛാ, നിങ്ങൾക്ക് ഭക്ഷണം, യാത്ര, എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ, എന്താ ടെൻഷൻ? പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയാണ്. വലിയ വലിയ ആഘോഷങ്ങൾ, ആരവങ്ങളൊക്കെ ഒഴിഞ്ഞു കഴിയുമ്പോൾ പള്ളിമേടയിൽ ഒരച്ഛൻ തനിച്ചാന്ന് മറന്നു പോവാണ്. പല അച്ഛന്മാരും ഭക്ഷണം സ്വന്തമായിട്ട് വെക്കാണ്. ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സങ്കടത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് പേഴ്സണലി ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമല്ല. ആരോടൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കണം. പല അച്ഛന്മാരും ഭക്ഷണം വയ്ക്കാറേയില്ല, അവർ സ്കിപ്പ് ചെയ്യും. കാരണം ഒറ്റയ്ക്കെന്തിനാണ് കഴിക്കുന്നത്? ഇനി മുതൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടിയില്ല എന്ന് നിങ്ങൾ വായിക്കുമ്പോൾ ചിന്തിക്കേണ്ടതെന്നറിയാമോ? അവരുടെ മേശയിൽ ഭക്ഷണമേ ഇല്ല.